കള്ളിപ്പൂവേ ലില്ലിപ്പൂവേ എന്നെ തല്ലേണ്ടമാവ ഞാൻ നന്നാവൂല മണ്ണിലടിയും പാറേ ഞാൻ. ഹലോ ട്രീസേജി. ഓ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടേ. ഇല്ല ഞമ്മളൊന്നും അറിഞ്ഞില്ല. ആർക്ക്? രഹനയ്ക്കോ? നമ്മുടെ അപ്പുറത്തെ രഹനയ്ക്കോ? എന്റെ റബ്ബേ, 50,000 ദിർഹത്തിന്റെ ഗിഫ്റ്റ് വൗച്ചറോ? ഓള് വെറുതെ പുളു അടിച്ചതായിരിക്കും ചേച്ചി. അതെയോ? എന്റെ പടച്ച റബ്ബേ. ഒന്നുമില്ല. ശരി ചേച്ചി. Gentlemen, thanks for participating this reward function ceremony. Here I would like to invite our manager to hand over the gift voucher. Mr. Joy, please sir. Also the winner Rahna Irshad. Please madam. Please sir. Yes, big round of claps. ഞാനൊരിക്ക പോരെ എന്താ ആലോചിക്കണേ? 50 ഈ ഇത് എന്തെടുക്ക? ഞാനൊരു സ്വപ്നം കണ്ടക്ക. അന്റെ വല്യപ്പനെ പിന്നെ നായി കടിച്ച സ്വപ്നം കണ്ട? അതുക്കും മേലെ ഇനി പേട കടിക്കാൻ മനുഷ്യ ഇതൊന്നും അല്ല. പിന്നെ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നമ്മുടെ അപ്പുറത്തെ രഹനക്കല്ലേ ഓക്ക് ഗിഫ്റ്റ് വൗച്ചർ അടിച്ചു. ഒരു ഗിഫ്റ്റ് വൗച്ചർ അടിച്ചെന്ന് സ്വപ്നം കണ്ടേനാണ് ഈ നട്ടപ്പാതിരാക്കി ഹാലിളകി എഴുന്നേറ്റത്. മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കും. ഇതേ 1-2 അല്ല, 50,000 ദിർഹത്തിന്റെ ഗിഫ്റ്റ് വൗച്ചറാ. ഓക്ക് അതുകൊണ്ട് എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിക്കാം. ഓൾ ഓരോരോ ചുരിദാറിട്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ എനിക്ക് സഹിക്കൂല. അതിനക്കെന്താ? ഇത് സ്വപ്നമല്ലേ? അറിയൂലേ അന്ന് ഞാനൊരു സ്വപ്നം കണ്ടത്. എന്തൊട്ട്? എന്റെ വല്യപ്പാന് നായ കടിക്കണതായിട്ട്. എന്നിട്ട് നമ്മള് പിറ്റേ ദിവസം വിളിച്ചു ചോദിച്ചപ്പോ എന്തായി? അപ്പുറത്തെ രമേശൻ നായരുടെ ചൊറിയമ്പട്ടി എന്റെ വല്യപ്പനെ കടിച്ചെന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ ഇത് ഫലിക്കൂലേ? ഈ സ്വപ്നം അങ്ങനെ സത്യമായ പിന്നെ ഞാൻ ജീവിച്ചിരിക്കൂല. ഈ സമാധാനം കിടക്ക എന്റെ മുമ്പ്. നേരം വെളുത്തിട്ട് നമുക്ക് മരിക്കണോ ജീവിക്കണോ എന്ന് തീരുമാനിക്കാം. ഉറങ്ങാനും സമ്മതിക്കില്ല. എവിടെയാ വെച്ചത്? സാധനം വെച്ച കാണൂല. എല്ലാം വലിച്ചു വാരിയെടുത്ത് കളഞ്ഞോളൂ. കിട്ടിപ്പോയി. ഗോൾഡ് സെയിൽ 50% ഓഫർ. ഈ പേപ്പറിന് ഓള് കണ്ടിട്ട് വേണം എന്നെ ഇനി വിളിച്ചോണ്ട് പോയി സ്വർണം മേടിക്കാൻ.
ഇങ്ങക്ക് ഞാനൊരു സൂത്രം കാണിച്ചു തരട്ടാ. എന്ത് സൂത്രം? ദേ ഇതാണ് ന്യൂമറോളജി. ആരാന്ന്? സംഖ്യാശാസ്ത്രം. അനക്കെന്താടി പ്രാന്തായ? നിങ്ങക്ക് എന്തറിയാം മനുഷ്യ, ഈ ഭൂലോകത്തിന്റെ സ്പന്ദനം തന്നെ ഏതാണ്? ഈ മാത്തമാറ്റിക്സ് ആണ്. എന്റെ ചാക്കോ മോശേ, നിങ്ങൾ ഇങ്ങനെ ഒരു ചതി ചെയ്യണമായിരുന്ന? അല്ല, അനക്ക് ഈ 10ാം ക്ലാസ്സിലെ കണക്ക് പരീക്ഷയ്ക്ക് എത്രയായിരുന്നു ഈ പറഞ്ഞ സ്പന്ദനം? അത് പിന്നെ എനിക്കന്ന് പനിയായിരുന്നുണ്ടല്ലേ ഞാൻ പോവാതിരുന്നേ. അതാണ്, പരീക്ഷയ്ക്ക് പോലും പോകാൻ പേടിയുള്ള ആളാ ഇപ്പൊ സംഖ്യാശാസ്ത്രവും കൂടോത്രവും പിടിച്ചോണ്ട് വന്നേക്കുന്നെ. ഒന്ന് പോയേ നീ. ഇത് കൂടോത്രം മാങ്ങാത്തുലിയൊന്നും അല്ല, സത്യമുള്ള ശാസ്ത്രമാ. ഇതീ പറയണ പോലെ നമ്മള് കണക്ക് കൂട്ടി ഓരോരുത്തരുടെ ജനനസംഖ്യ വെച്ച് നോക്കിയാ ഭാഗ്യം ഉണ്ടാവുന്നാ പറയണേ. സത്യമാണോ? ഈ ബുക്ക് നിക്കാഹിന് മുമ്പ് കിട്ടിയിരുന്നെങ്കിൽ. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താണ് കാര്യം? അല്ല, ഈ ബുക്കുമായിട്ട് എന്ത് ഭാഗ്യം ഉണ്ടാക്കാനാ പോണേ? അപ്പൊ നിങ്ങളെ മറന്നാ? എന്ത്? ഇന്നലെ സ്വപ്നം കണ്ട കാര്യം. അതാണാ ഈയല്ലേ സ്വപ്നം കണ്ടേ? അതടിച്ചു കാണും ഉറപ്പാ. ഇല്ല ഇല്ല ഇല്ല, ഓള് പർച്ചേസിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഓക്ക് സാലറി കിട്ടാൻ ഇനി 2 ആഴ്ച പിടിക്കും. അതിനു മുമ്പ് നമുക്ക് പോയി കൂപ്പൺ എടുക്കാം. എന്റെ മുമ്പ് എന്റെ മോന്തക്കിട്ടൊരെണ്ണം തന്നാലുണ്ടല്ലോ, ഈ എടുക്കണ കൂപ്പൺ തന്നെ അടിക്കുമെന്ന് എനക്ക് എന്താ ഇത്ര ഉറപ്പ്? എന്റെ കാക്കാ, ഈ ബുക്കില്ലേ, ഈ ബുക്കിൽ പറഞ്ഞതിന്റെ പ്രകാരം എന്റെ ജന്മസംഖ്യ 8 ആണ്. 8 ആയിരിക്കത്തില്ല, 9 ആയിരിക്കും. ഇന്ന് എത്രയാ തീയതി? 8. അപ്പോ നമ്മൾ ഇന്ന് 8 മണിക്ക് പോയി 8 കൂപ്പൺ പർച്ചേസ് ചെയ്താ ആ സമ്മാനം എനിക്ക് എന്നെ കിട്ടും. ഇത്രയ്ക്ക് ഉറപ്പിച്ചോറ ഈ കണിയാന്റെ മോളൊന്നുമല്ലല്ലോ, മീൻകാരൻ കാതൽക്കാന്റെ മോളല്ലേ? നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എന്റെ ബാപ്പാന്റെ പ്രൊഫഷനെ കളിയാക്കരുതെന്ന്. പ്രൊഫഷനാ? എടി, എന്റെ ബാപ്പ പണ്ട് സൈക്കിളിൽ പോയി മീൻ വിറ്റിരുന്നു. ഇന്ന് ഒരു സ്ഥലത്തിരുന്ന് മീൻ വിൽക്കുന്നു. എന്റെ ബാപ്പ അന്നും മീൻകാരൻ, ഇന്നും മീൻകാരൻ, എന്നും മീൻകാരൻ. ഇനി മിണ്ടി പോരുത്. മര്യാദക്ക് ഞാൻ പറയുന്ന കേട്ടോളി. ഇത് ചില്ലറ കാര്യമൊന്നുമല്ല, ശാസ്ത്ര സത്യമാ. 8 അതിന്റെ ഭാഗ്യസംഖ്യ. മോശം സംഖ്യ. ഇന്ന് 8. ഇന്ന് നമ്മൾ 8 മണിക്ക് പോകുന്നു, 8 സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, 8 കൂപ്പണുകൾ മേടിക്കുന്നു. അനക്കാരാ ഈ സൂത്രം പറഞ്ഞു തന്നേന്ന്? നസീറിക്കട മൂത്തമോള് ജമീലയില്ലേ, ഓൾക്ക് BMW അടിച്ചത് ഇങ്ങനെയല്ലേ? ഓള് പറഞ്ഞു തന്നതാ ഈ സൂത്രം. അടി കൊടുക്കണം. നമ്മള് വേറൊരു കാര്യം ചോദിക്കട്ടെ, 8 കൂപ്പൺ തന്നെ വേണോ? 8 തന്നെ വേണം. എന്നാലോ 9 ആവാനും പാടില്ല. അതൊരിക്കലും ആവാൻ പാടില്ലല്ലോ. അല്ല, 8 കൂപ്പണിന് ഒരു കൂപ്പണിന് 100 ദർഹം വെച്ച് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ 800 ദർഹം കയ്യിൽ വേണം. നമ്മുടെ ശമ്പളം 2 ആഴ്ച കഴിഞ്ഞേ വരുള്ളൂ. ആനിപ്പ എന്താ, നിങ്ങൾ ആ സലാമത്ത് കഫേയിൽ ചെന്നാ അച്ഛൻ അവിടെ കാണില്ലേ? അപ്പൊ നമ്മള് ഇനിയും അച്ഛന്റെ കുഞ്ഞാടാവണോ? സാരമില്ല, ശമ്പളം കിട്ടുമ്പോ കൊടുക്കല്ലേ. എന്റെയും. നമ്മള് വേറൊരു കാര്യം പറയട്ടെ, നമ്മള് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴേ ഈ ആവശ്യമുള്ള സാധനം മാത്രമേ പർച്ചേസ് ചെയ്യാവൂ. ആവശ്യമുള്ള ആവശ്യമില്ലാത്ത എന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, കൂടെ വന്നാൽ മാത്രം മതി. അത് ശരിയാ, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും അനക്ക് നന്നായിട്ട് അറിയാം. എനിക്കറിയാൻ പാടില്ല. അങ്ങനെ അറിയായിരുന്നെങ്കിൽ ഞാൻ നിന്നെ നിക്കാതെ കഴിക്കൂ. 8ന്റെ പണിയായി പോയി. ഒന്ന് അനങ്ങി നടക്കണേ മാറേ. വെറുതെ അല്ല കസ്റ്റമർ പരാതി പറയുന്നത്. ഇതല്ല എന്റെ സ്പീഡ്. നിങ്ങൾ ചുമ്മാ എന്നെ ഷൗട്ട് ചെയ്യില്ല കേട്ടോ. പിന്നല്ലാണ്ട് പോണേ. അതെ, കസ്റ്റമർക്ക് ഡെലിവറി എടുക്കാൻ പോകുമ്പോഴേ ഞാൻ ഇങ്ങനെ പതുക്കെ അല്ല പോണേ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ വിൻ ഡീസലിന്റെ കണക്കാ പോണേ. അന്റെ സിനിമാക്കാര് കൂട്ടുകാരുടെ കാര്യം ഞമ്മക്ക് അറിഞ്ഞൂടെ? അല്ല, മാംബ്ര അവസാനം കണ്ട മൂവി പ്രോൺസ് മൂവി ആണല്ലോ. ഫ്രാൻസ് മൂവിയോ? ചെമ്മീന്. എന്റെ മാമയാണ് ഞമ്മളുടെ കാര്യങ്ങൾ. നിങ്ങൾ ഈ നിസ്കാര സമയത്ത് ഇവിടെ കിടന്ന് തിന്നി കളിക്കാണ്. പള്ളിയിൽ വാങ്ക് വിളിച്ച് പോലെ ഒരു വിശേഷം കൂടി കേട്ടിട്ട് പോ. എന്തായാലും വൈകിയില്ല. ഞാൻ വരുന്ന വൈക്ക് നമ്മുടെ പുയ്യാപ്പിളയും പുതിയ പെണ്ണിനെയും കണ്ട്. അല്ല, മുംതാസിനെയും കുട്ടിപ്പായും.
അവര് മനാമ ഹൈപ്പർ മാർക്കറ്റിലെ സാധനം പർച്ചേസ് ചെയ്യാൻ പോണു. ഓരോ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി തുടങ്ങും. നമ്മളെ സലാമത്ത് കഫേയും ഗൊയ്തീന്റെ ഗ്രോസറി അല്ലാണ്ട് ഒരു ലോകല്ലായിരുന്നു. അതിനല്ലേ ഇപ്പൊ ഇവിടെ എല്ലാരും സംസാരിക്കണേ. ഈ സംഭവം മറ്റേതാണിക്ക, സമ്മാന കൂപ്പൺ. അത് നേടാൻ വേണ്ടി അവര് പർച്ചേസ് ചെയ്യാൻ പോണെന്ന്. ഓൾ എന്തോ സ്വപ്നം കണ്ടു. ആൾക്കാര് കൂപ്പൺ കിട്ടാൻ വേണ്ടി സാധനം വാങ്ങിക്കലായി, അല്ലാണ്ട് സാധനം വാങ്ങാൻ പോലല്ല. അല്ല ബ്രോ, ഈ കൂപ്പൺ എടുക്കുന്ന എല്ലാവർക്കും സമ്മാനം കിട്ടും? ഓക്ക് പ്രാന്താണ്ടാ. നമുക്ക് കുട്ടിപ്പാന്റെ കായ് മുഴുവൻ തീരുന്ന് ഉറപ്പാ. എന്നാലേ ഞമ്മള് പള്ളിയിലേക്ക് പോവാ. എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നാൻ വേണ്ടി ഞമ്മള് പോവാർക്കാം. അല്ല, നിങ്ങള് വരുന്നില്ലേ? അതിപ്പോ ഒരു വിപ്ലവകാരി, ഒരു ന്യൂ ജനറേഷനും. അതെ, ഇതാണ് നമ്മൾ പറയുന്നത്. വി നീഡ് ടു ചേഞ്ച് സലാമത്ത് കഫേ. കണ്ടില്ലേ, ആൾക്കാർ കൂപ്പൺ എടുക്കാൻ വേണ്ടിയാണ് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതൊക്കെ. നീ മിണ്ടരുത്. സൈക്കിൾ കൊണ്ടുപോയി പൂട്ടി വെക്കടാ. പോടേക്കാം. അല്ല പിന്നെ അല്ലെങ്കിലും ഈ ന്യൂ തോട്ട്സിനൊന്നും ഓൾഡ് പീപ്പിൾസ് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. സില്ലി പീപ്പിൾസ്. ഇതാണ് കാക്ക. ഇത് തന്നെ. അയ്യോ, അടച്ചിട്ടേക്കണ. ഇത് തനിയെ തുറക്കും മുമ്പ് അങ്ങോട്ട് പോ. എന്നെ കൊല്ലം നടക്കുക. എന്തിനാ ഈ വലുതെടുത്തേ? ചെറുതെടുത്താ പോരെ? കൂടുതൽ സാധനങ്ങൾ എടുക്കില്ലേ, അപ്പൊ ചിലപ്പോ ഇതും വേണ്ടി വരും, ഇതിന്റെ കൂടെ 2 കൂടെ വേണ്ടി വരും. നോക്കി നിക്കാതെ ഇട്. വാരി വാരി ഇങ്ങോട്ട് ഇട്. വാരി വാരി ഇടാനാ? എടി, ഈ വില നോക്കിയിട്ടിട്. ഇതെവിടെ ഇരുന്നേ? കേറുന്നില്ലല്ലോ. മുമ്പ് അവിടെ എന്നേ. ഇനിയിപ്പൊ ഇതും കൂടെ മഞ്ഞേ, ചുമലേ, നീലേ എല്ലാം എടുക്കാം. ഈ എന്താ മഴവിലുണ്ടാക്കാൻ പോകുന്നു? വെളുക്കാനുള്ള ഫേസ് ക്രീം ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ചാലാ? ഇതിന്റെ വില 25 ദർഹു. ഇത് വേണമായിരുന്നാ? വേദന സംഹാരി. ഒരു കുടുംബാവുമ്പോ എന്തായാലും ഇത് വേണം, പ്രത്യേകിച്ച് അന്നെ പോലൊരു ബീവി ഉള്ളപ്പോ. ഇതിരിക്കട്ടെ. എന്നാ പിന്നെ ഇതുകൂടെ എടുക്കും. അതൊക്കെ എന്തിനാ? ഇതും കൂടി ഇരിക്കട്ടെ. എന്റെ മുമ്പ് ഇതെല്ലാം കൂടെ വേണോ? എല്ലാം വേണം. പെർഫ്യൂം. Hi sir. Hi. Try this perfume. Yeah. Hi. ഇനിയുടെ എന്തൊരു കുളിര്. നിങ്ങൾക്ക് നന്നായിട്ട് കുളിരണുണ്ട്. ഞാനൊരു 4-5 എടുത്ത് വെച്ച് വീട്ടിൽ ചെന്നിട്ട് അടിച്ചു. അയ്യോ, നമുക്ക് അത്ര കുളിര് കോരണില്ല. 2 മതി. അത് വേണ്ട. പാന്റ് ഷർട്ട് ഇട്ട് ഇറങ്ങിയിരിക്കുക കുളിരടിപ്പിക്കാൻ. She is mad. You carry on. ഇപ്പൊ നമ്മളെ ലുക്ക് കണ്ട അയ്യിലെ വിക്രം പോലെ ഉണ്ട്. ഇത് അതൊക്കെ മേലെ. നീ എന്താടാ ഇവിടെ? ഈടെ വരുന്നവർക്കൊക്കെ 100 വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞ, അതുകൊണ്ട് വന്ന. എന്തേ? ഞാൻ അതുകൊണ്ട് ചോദിച്ചതല്ല, നീ സാധാരണ ഗ്രോസറിയിലല്ലേ പോകുന്നേ, അതുകൊണ്ട് ചോദിച്ചതാ. നമ്മള് ഇപ്പൊ സാധാരണക്കാരനല്ല, നമ്മളെ ആള് മാറി. എന്താ കളിയാക്ക എന്നെ? വിടളിയാ, നീ എന്തിനാ സീരിയസ് ആവുന്നേ? നമ്മൾ വിട്ടേക്കണ്. എന്താ ഒറ്റയ്ക്കേ ഉള്ളോ? ഞാനേ ഡ്യൂട്ടിക്കിടെ ഇറങ്ങിയതാ, പിന്നെ സമയം കിട്ടൂല, അതാ. നീ ഒറ്റയ്ക്കേ ഉള്ളോ? ഓളും ഉണ്ട്, ബീവി. ആഹാ, ഇതാണോ മിസ്സിസ്? മിസ്യൂസ് അല്ല, മിസ്സിസ്. ഓ, ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അല്ല, ഇത് കുട്ടിപ്പേ പോലെയൊന്നും അല്ല, നല്ല മൊഞ്ചത്തി കുട്ടിയല്ലേ ഇത്? എല്ലാരും ഇത് തന്നെ പറയുന്നത്. മൊഞ്ചത്തി ആയതുകൊണ്ട് തന്നെ നമ്മള് കെട്ടിയത്. എന്റെ അമ്മായിന്റെ മോളൊന്നും അല്ലല്ലോ കെട്ടിയത്. ഞാനൊരു തമാശ പറഞ്ഞല്ലോ. ഇപ്പൊ അങ്ങനെ തമാശ പറയണ്ട. ഇപ്പൊ സീരിയസ് ആയിട്ട് വല്ല പറയണെങ്കിൽ പറ. എന്നാ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. രണ്ടുപേരും കൂടെ കേട്ടോ. വരുന്ന 17-ാം തീയതി ബുധനാഴ്ച എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. രണ്ടുപേരും കൂടെ അങ്ങ് വരണം. എന്തായാലും വരും. ഉറപ്പാണല്ലോ? വരും. പിന്നെ കുട്ടിപ്പ പഴയതുപോലെയൊന്നും അല്ല,
ഫാമിലിയാണ്, വെറും കൈ വീശി അങ്ങ് വന്നേക്കല്ലേ. വരാം. വരല്ലോ. പിന്നെ വീട്ടിലൊന്നും വന്ന് വിളിച്ചില്ലെന്ന് വിചാരിക്കരുത്. രണ്ടുപേരും വരണം. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, ശരി. ഓക്കെ, ശരി. അനക്ക് മുന്നേ പരിചയമുണ്ടോ മോനെ? പിന്നെ വരാന്ന് പറയുന്നു. സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ പോവും, അത്ര തന്നെ. പോയി പെട്ടി എടുത്തോണ്ട് പാടി പോ. സാധനം ഞാൻ എടുക്കുമല്ലോ. എടുപ്പിക്കുന്നതിന് എടുത്തോണ്ട് പോയി. പെട്ടെന്ന് വാ. മുന്തു, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? 800 ദൃഹത്തിനുള്ള അയ്യോ, ആയിട്ടില്ല. 800 ദിർഹംസ് ആവണമെങ്കിൽ ഇനിയും സാധനങ്ങൾ വേണം. എനിക്ക് കണക്ക് നന്നായിട്ട് അറിയാം. ഇനി നമുക്ക് 4 സാരിയും കൂടെ വാങ്ങാം. എന്നിട്ടും ആയില്ലെങ്കിൽ നമുക്ക് വേറൊരു സാധനം കൂടെ വാങ്ങിക്കാം. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. എന്ത്? ഒരു ഫ്രിഡ്ജ്. മുന്തു, 800 ദൃഹമാണ്, 8000 ദൃഹം അല്ല. നിങ്ങൾ ഇങ്ങോട്ട് വരി, നമുക്ക് മുകളിലോട്ട് പോവാം. ഓളയും കളഞ്ഞിട്ട് അങ്ങ് ഇന്ത്യയിൽ പോയാലേ. അല്ലോ, കാക്കാ, നിക്ക്. കൊറേ സാധനങ്ങൾ എടുത്തല്ലോ മുന്തു. ഇതെന്തിനാ നമ്മള് വാങ്ങിച്ചേ? അതെ, അപ്പുറത്തെ ഷഹീമിന്റെ കൊച്ചില്ലേ, അതിന്റെ 1ാമത്തെ ബർത്ത്ഡേയാ. അതിന് 1 വർഷം ഉപയോഗിക്കാനുള്ള സാധനം ഇതിനകത്തുണ്ട്. ഓന്റെ കൊച്ചിനൊക്കെ ഓൻ വാങ്ങിക്കൊടുക്കൂലേ? അത് നമ്മള് വാങ്ങിക്കൊടുക്കണോ? മുന്തു, ഈടെ പർച്ചേസ് ചെയ്താ മതി. ഇനി നമുക്ക് മേളിൽ പോയിട്ട് ഡ്രസ് പർച്ചേസ് ചെയ്യാം. പോരെ? ഇത് ഇവിടെ ഇരിക്കട്ടെ. ഈ വാ. മുകളിൽ പോയിട്ട് നമുക്കിനി താഴെ വരാം. എന്നിട്ട് പിന്നെ വിളിപ്പോ. യെസ് മാഡം, ഏത് മോഡൽ വേണം? ഈ ഡിസൈൻ സാരി എത്രയാ? ഇതിന് ഒരു 300 മേളോ. അതെടുത്തോ. 100 ദർഹോ. ആ ജോർജറ്റ് സാരി അതൊരു 200 റേഞ്ച് വരും. അതെടുത്തോ. അല്ല ചങ്ങായി, സർ, ഈടെ ഈ 50 ദർഹത്തിന്റെ സാരി ഒന്നും ഇല്ലേ? ഇല്ല സാർ, ഇവിടെ എല്ലാം ഈ ഒരു റേഞ്ചാണ്. എല്ലാം ഈ റേഞ്ചിന് മേളിലോട്ട് വരും. ആണല്ലേ? നിങ്ങളിത് മൊത്തത്തിൽ ഇങ്ങോട്ട് എടുത്തോ. ഓക്ക് ഓഫീസിൽ ചെന്നിരുന്ന് ഇത് തന്നെ ആയിരിക്കും പണി. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കലായിരിക്കും. ഇതിനേക്കാളും ആ ഗ്രോസറി തന്നെ മതിയായിരുന്നു. ഇതാ കാരണവന്മാര് പറയുന്നത്, കണ്ണിനെ കയം കാണിക്കരുതെന്ന്. എന്താവുമോ എന്തോ. എന്നാ പിന്നെ ഇത് 3-4 മതി. ഓക്കെ മാഡം. ഇത് മതിയല്ലേ? അല്ല, ഇത്രയും മതി. ഇതിനൊക്കെ കൂടി എന്താ വില? വില നിങ്ങൾ നോക്കട്ടെ. പിന്നെ വില നോക്കണ്ടേ? ഇതങ്ങ് പാക്ക് ശരി, ചെയ്തോ. ഓക്കെ. കാക്ക, എന്റെ ഒരു കണക്കനുസരിച്ച് ഇപ്പൊ മൊത്തം 800 ദൃഹത്തിനായിട്ടുണ്ടാവും. ഇനി എനിക്ക് ആ സമ്മാനം ഒന്ന് കൈ കിട്ടിയാ മതി. പിന്നെ വേൾഡ് കപ്പ് അല്ലേ എന്റെ കയ്യിലെടുത്ത് തരാൻ പോണേ. ഇങ്ങ് വന്നേ. ഹായ്. അല്ല മുന്തു, ഇതെപ്പോഴാ എടുത്തേ? അല്ല, നിങ്ങൾ ഈ എണ്ണ എടുത്തായിരുന്നാ? നമ്മളൊന്നും എടുത്തില്ല ഇത്. അയ്യോ, ഇതൊന്നും നമ്മളെടുത്തല്ലോ. ഇതൊന്നും അല്ല ഇക്ക, ഇത് നമ്മുടെ സാധനം അല്ല. ഈ ആക്രാന്തം കൊണ്ട് ഓരോന്ന് വലിച്ചു വാരിയിട്ടപ്പോ ഇതിനകത്ത് ആയതായിരിക്കും. ഇത് ഞാനെടുത്ത അല്ല ഇക്ക. ഇതൊന്നും നമ്മളെടുത്തല്ലോ. മാറ്റിക്കേ. എക്സ്ക്യൂസ് മീ, ദിസ് ഈസ് മൈ ട്രോളി. ദിസ് ഈസ് യുവർ ട്രോളി? Yes, ഇത് ഇയാളുടെ ട്രോളിയാണ്. അതാണ് മാറിപ്പോയത്. ഒരു കാര്യം ചെയ്യ്, ഈ എടുത്തോ. വേർ ഈസ് മൈ ട്രോളി? പ്ലീസ് സെർച്ച് സംവെയർ. ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ. നമ്മുടെ ട്രോളി എവിടെ പോയി? അതേക്കാ, പ്ലീസ്. നമുക്ക് വേണമെങ്കിൽ മുമ്പ് എടുത്ത പോലെ ഇനി ഒന്നുകൂടെ എടുക്കാം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വീണ്ടും എടുക്കാനാ? അന്ന, ഇതൊക്കെ നമ്മൾ എടുത്താണ്, പക്ഷെ കാണാനില്ല. ഐ ഡോണ്ട് നോ. യു സെർച്ച് സംവെയർ. വായി നോക്കിക്കാ, ഇങ്ങോട്ട് പാടി. एक्सक्यूज मी सर. क्या चाहिए सर? क्या चाहिए? बिल. अभी क्या चाहिए सर? कूपन. V1 कूपन. കൂപ്പൺ. मुझे मालूम नहीं सर. क्या कूपन? ऑफर कूपन. अभी कूपन नहीं है सर. कूपन ऑलरेडी फिनिश हो गया सर. क्या? ऑफर कार्ड फिनिश हो गया सर. फिनिशा? हाँ. ഫിനിഷ്. അങ്ങനെ വരൂല. വരൂലേ? യു നോ, ഐ പർച്ചേസ് 800 ദർഹം. ഐ വാണ്ട് 8 കൂപ്പൺ നൗ. ഷീ പർച്ചേസ് എ ലോട്ട് ഓഫ്. അല്ലേ? नो सर, अभी ऑफर नहीं है. अभी ऑफर फिनिश हो गया. नहीं नहीं नहीं, नॉट फिनिश. यू सर्च दिस. सॉरी, एक मलयाली कस्टमर को मिल गया.
उसका पिक्चर बाहर लगेगा आप देखो മലയാളി ഫാമിലിക്ക് അടിച്ചെന്നാണ് ഈ പറയണേ. या उसका पिक्चर बाहर लगेगा आप देखो പഠിച്ചോനെ, അപ്പൊ എന്നെ 800 ദിർഹം ഈ ഫോട്ടോ അവിടെ ഒട്ടിച്ചിട്ടുണ്ടോ? यस सर उधर है ഈ വന്നേ കാണാൻ എന്തോ. എന്റെ 800 ദിർഹവും 8 കൂപ്പണും സംഖ്യാശാസ്ത്രവും കണക്ക് പുസ്തകവും നമുക്ക് 8ന്റെ പണി എന്നെ തന്നല്ലോടി. എടി അനക്ക് അറ്റ്ലീസ്റ്റ് ആ ലാസ്റ്റ് ഡേറ്റ് എങ്കിലും ഒന്ന് നോക്കാൻ പാടില്ലായിരുന്ന? അത് ഇക്കാക്കി നോക്കാറുന്നല്ലോ. ഒറ്റ കീറുവെച്ചെന്നുണ്ടല്ലോ. ഈ മുട്ടി പോകരുത്. ഈ ഉമ്മക്കൊരു ഉപകാരം ചെയ്തു തരുമോ? നമ്മള് വേറൊരു പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിക്കണത് അനക്കൊന്ന് സ്വപ്നം കണ്ട് തരാൻ പറ്റുമോ? അല്ല, എന്റെ എല്ലാ സ്വപ്നങ്ങളും ഫലിക്കുന്നുണ്ടല്ല, ഈ ഒരു സ്വപ്നവും കൂടെ ഫലിക്കട്ടെ, നമ്മൾ രക്ഷപ്പെടുമല്ലോ.